അടൂരിന്റെ നിയുക്ത എംഎൽഎ ആയ സി.വി. ശാന്തകുമാറിനെതിരായ സൈബർ ആക്രമണങ്ങളിൽ നടപടിയെടുത്ത ഇലക്ഷൻ കമ്മീഷൻ സൈബർ ഇടങ്ങളിൽ നിന്ന് പോസ്റ്റുകൾ നീക്കം ചെയ്യുകയും കൂടുതൽ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ വ്യാജ നോട്ടീസ് പ്രചരിപ്പിച്ചതിൽ കൃത്യമായ നടപടിയെടുത്തിട്ടില്ല എന്ന് ശാന്തകുമാർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നിരവധി സൈബർ ആക്രമണങ്ങൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ശാന്തകുമാർ നേരിടേണ്ടി വന്നിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് ഏറ്റവും അധികം സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അടൂരിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സി.വി. ശാന്തകുമാർ എന്ന് പറയുന്നത്. എന്തായാലും അദ്ദേഹം എം.എൽ.എ. ആയി ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് അതിന് നടപടിയും വന്നിരിക്കുകയാണ്. ഇലക്ഷൻ്റെ അവസാന നിമിഷത്ത് നടത്തിയ വ്യാജ നോട്ടീസ് പ്രചരണത്തിനെതിരെ യാതൊരുവിധമായ നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. പ്രസ് സീൽ ചെയ്യണമെന്നുള്ള ഉത്തരവ്, ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവ് ഇതുവരെ പാലിച്ചിട്ടില്ല. നോട്ടീസിൽ പേര് നൽകിയവരെ ഇതുവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. അതുപോലെ തന്നെ ആ നോട്ടീസ് വിതരണം ചെയ്ത 4-5 പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്ത് അവരുടെ പേരിൽ FIR രേഖപ്പെടുത്തിയിട്ടില്ല. യാതൊരുവിധമായ നടപടികളും കേരള പോലീസ് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ള ആക്ഷേപം നിലനിൽക്കുകയാണ്. എന്നാൽ ഇന്നലെ കിട്ടിയ ലെറ്റർ പ്രകാരം എനിക്കെതിരെ ഉണ്ടായ ആരോപണങ്ങൾ ഡിലീറ്റ് ചെയ്തതായിട്ടുള്ളതായിട്ടാണ് അറിയുന്നത്. അവരുടെ അക്കൗണ്ടിൽ നിന്നും ഡിലീറ്റ് ചെയ്തിട്ടുള്ളതായിട്ടും സത്വര നടപടികൾ സ്വീകരിക്കുവാൻ വേണ്ടി ജില്ലാ കളക്ടർക്കും ROയ്ക്കും നിർദ്ദേശം നൽകിയായും അറിയിപ്പിൽ പറയുന്നുണ്ട്. ശാരീരികമായും മാനസികമായും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രവർത്തിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന നമ്മളെ തളർത്തുന്ന ഇത്തരം പ്രവണത അവസാനിപ്പിക്കണം. ഇത് ജനാധിപത്യ കേരളത്തിന് അത് ഭൂഷണമല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിൻ്റെ പ്രസിഡൻ്റായ നിലയിൽ പ്രവർത്തിച്ച എന്നെ വളരെയധികം അത് മാനസികമായി വേദനിപ്പിച്ചിട്ടുണ്ട്. 10-25 വർഷക്കാലം ആ കാവിൻ്റെ നേതൃത്വത്തിൽ നിന്ന് പ്രവർത്തിച്ച ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ കാവിൻ്റെ ഒരു റീൽസോ കാവിൻ്റെ ഒരു ചിത്രമോ കൊണ്ട് ഞാനത് പരസ്യപ്പെടുത്തുവാനും ചെയ്തില്ല. പക്ഷേ എതിർ സ്ഥാനാർത്ഥി ആദ്യം തൊട്ട് തന്നെ PR വർക്കിൽ കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവിൽ വരുന്നതും അവിടെ ആചാരങ്ങളിൽ പങ്കെടുക്കുന്നതും അവിടെ താമ്പൂലം വയ്ക്കുന്നതുമൊക്കെ ഇലക്ഷൻ പ്രചരണത്തിന് റീൽസായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഒരു വനത്തിൽ ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രം, ഒരു കാവ് ഇത്രത്തോളം പുണ്യതയിലേക്ക് കൊണ്ടുവരുന്നത് അവർ ഇലക്ഷന് വേണ്ടി അത് വിനിയോഗിക്കുകയും എന്നെ അത് മാനസികമായി തളർത്തുവാൻ ശ്രമിച്ചതും ചെയ്തു. പക്ഷേ അടൂരിലെ ജനങ്ങൾ അതിന് ശക്തമായി പ്രതികരിച്ചു. കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണോ? ഇനി എന്താണ് മുന്നോട്ടെന്താണ് ഇനി ചെയ്യുന്നത്? ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇവിടെ തന്നെ തീർന്നിരിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുമില്ല, എല്ലാ നേതാക്കളുമില്ല. ചിലർ അത്തരം ചെയ്യുന്നത് അത് ശരിയല്ല എന്നുള്ളതാണ്. അത് ജനം അത് പുച്ഛിച്ച് തള്ളിയിരിക്കുകയാണ്. ജനം കൃത്യമായ മറുപടി നൽകി എന്ന് തന്നെയാണ് ശാന്തകുമാർ നമ്മളോട് പങ്കുവെക്കുന്നത്. നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.